വെൽക്കം ടു എവരി വൺ. 1000 സബ്സ്ക്രൈബേഴ്സായി എന്നുള്ളൊരു സന്തോഷം അറിയിക്കാൻ നിങ്ങളുടെ അടുത്ത് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ എന്തായിരിക്കണം എന്ന് നിങ്ങളെ അഭിപ്രായം അറിയാനായിട്ട്. ഞാൻ സാധാരണ ഈ നാട്ടിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണല്ലോ സംസാരിക്കുക, അല്ലെങ്കിൽ പിന്നെ വല്ല മൂവി ട്രെയിലർ, അതിന് റിവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആയിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ചോദിച്ച 2-3 പേര് ഉള്ളത് എങ്ങനെ യൂട്യൂബിൽ വ്യൂസ് കൂട്ടാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് വന്നുള്ളൂ. ആകെ 2-3 വന്നുള്ളൂ. പക്ഷേ അതന്നെ അത് മാത്രമാണ് വന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് ലാസ്റ്റ്, ഏപ്രിൽ 1 തൊട്ട് 31/3/2025 തൊട്ടാണ് ഇത് അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നത്. നമ്മൾ ഷോർട്സിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ അറിയാം, റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂസാണ് അതിന്. അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നപ്പോൾ യൂട്യൂബിൽ നിന്ന് ആൾക്കാർ പോയി തുടങ്ങിയപ്പോഴാണ് ഈ ഷോർട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂട്യൂബുകാർ ഇറക്കണത്. പക്ഷെ എന്നാലും ഷോർട്സിൽ അത്രയും, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോനെ നിങ്ങൾ റീൽസിലിട്ടാലും അതേ വീഡിയോ തന്നെ, അതേ സെയിം കണ്ടൻറ് എടുത്ത് ഷോർട്സിലിട്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും. ഈ റീൽസിലിടുന്ന അത്രയും വ്യൂസ് ഷോർട്സിൽ കിട്ടണമെന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, റീൽസിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകില്ലേ, ആ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ആ 1 സെക്കൻഡ് ആയാലും അതൊരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യും. പക്ഷേ ഷോർട്സിൽ അങ്ങനെയല്ല, ഒരു 3 സെക്കൻഡ്സ് എങ്കിലും കൗണ്ട് ചെയ്താലേ അത് വ്യൂ ആയിട്ട് കണക്കാക്കുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ കൗണ്ട് കാണിക്കുമ്പോൾ ഭയങ്കര കുറവ് ഷോർട്സിലും, റീൽസിൽ നന്നായിട്ട് കൗണ്ട് കൂടുതലും കാണിക്കാം. നമ്മളിപ്പോൾ ഒരു സെയിം കണ്ടൻറ്റ് അത് റീൽസിലും ഷോർട്സിലും ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഷോർട്സിൽ ചിലപ്പോൾ ഒരു 1K 2K ഉണ്ടാവുള്ളൂ, പക്ഷേ റീൽസിലത് 20K 30K അങ്ങനെ വരും. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. പക്ഷേ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഷോർട്സിലെ വ്യൂസ് രണ്ടാക്കി തിരിക്കുകയാണ്. ഒരു നോർമൽ വ്യൂ, പിന്നെ എൻഗേജ്ഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട്. സോ ഈ എൻഗേജ്ഡ് വ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ നടക്കുകയുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ ഷോർട്സിലിട്ട് നമ്മൾ വ്യൂസ് കാണുമ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. നമ്മൾ വീഡിയോ ഇടുന്ന സക്സസ് ആക്കണമെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസമാണ്. നമ്മൾ സക്സസ് ആവും എന്നുള്ളൊരു ആത്മവിശ്വാസം, അത് നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരുപാട് വ്യൂസ് കാണുമ്പോൾ ഉള്ളൊരു ബൂസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളെല്ലാവരും ഷോർട്സിന് ഇട്ടോളൂ. ഈ റീൽസ് എങ്ങനെ സക്സസ് ആവുന്നോ അതിൻ്റെ അതേ ലെവലിൽ ഇപ്പോൾ ഷോർട്സും സക്സസ് ആവുന്നുണ്ട്. സോ ഷോർട്സിൽ നിങ്ങൾ ആത്മവിശ്വാസം കൂട്ടുക. അത് മോണിറ്റൈസ്ഡ് ആവാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും ഒരു ബൂസ്റ്റ് കിട്ടും. സോ ഇനിയും ഇങ്ങനത്തെ വല്ല ടിപ്സുകളുണ്ടെങ്കിൽ ഞാൻ വന്ന് പറയുന്നതായിരിക്കും. അഥവാ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്സ് കാര്യങ്ങൾ ഇനിയും തരാൻ പുതിയതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് തരാം. ബൈ.